DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകും. ഹൈക്കമാൻഡ് തീരുമാനം വരും ദിവസങ്ങളിലുണ്ടാകും. അടുത്ത ആഴ്ചയാണ് സത്യപ്രതിജ്ഞ. സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമാണ് DK ശിവകുമാർ. ഹൈക്കമാൻഡ് DK ശിവകുമാറിന് അനുകൂലമായി നിലപാടെടുത്തതോടെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടിവരും. എന്നാൽ സ്ഥാനമൊഴിയുന്നതിന് മുന്നോടിയായി സിദ്ധരാമയ്യ ക്യാമ്പ് സമ്മർദ്ദ തന്ത്രങ്ങളും വിലപേശലുകളും ശക്തമാക്കി. അന്തിമ തീരുമാനത്തിന് മുൻപ് സിദ്ധരാമയ്യ അനുയായികളുമായി കൂടിക്കാഴ്ച നടത്തും. സ്ഥാനമൊഴിഞ്ഞാലും സർക്കാരിലും പാർട്ടിയിലും ശിവകുമാറിന് പൂർണ്ണ നിയന്ത്രണം ലഭിക്കാതിരിക്കാനുള്ള നീക്കങ്ങളാണ് സിദ്ധരാമയ്യ അനുകൂലികൾ നടത്തുന്നത്. അധികാര സമവാക്യം നിലനിർത്താൻ ശിവകുമാറിന് കീഴിൽ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടും. പരമാവധി ഒരാളെ മാത്രമേ അനുവദിക്കൂ എന്ന നിലപാടിലാണ് അദ്ദേഹം. പുതിയ കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ തങ്ങളുടെ ക്യാമ്പിൽ നിന്നാവണമെന്ന് സിദ്ധരാമയ്യ പക്ഷം ആവശ്യപ്പെടുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഡൽഹിയിൽ തുടരുന്നുണ്ട്. ഹൈക്കമാൻഡ് മുന്നോട്ടുവെച്ച ഫോർമുല അനുസരിച്ച് സിദ്ധരാമയ്യയ്ക്ക് രാജ്യസഭാ സീറ്റും ദേശീയ രാഷ്ട്രീയത്തിൽ പദവിയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.